മക്കളെ പഠിപ്പിക്കാനാണ് സർവസ്വം സമർപ്പിക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും പഠിക്കെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്ന രക്ഷിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ ഒരിക്കലും പഠിപ്പിക്കുകയല്ല വേണ്ടത്. ആജ്ഞാപിക്കൽ പരിഹാരമാർഗമല്ല, വെറുപ്പും വിരോധവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. മറിച്ച് പഠിക്കാനുള്ള അന്തരീക്ഷവും മനസ്സും കുട്ടികൾക്ക് നൽകലാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രധാനവുമായ ഡ്യൂട്ടി. പഠിച്ച് വിജയിച്ച് വളർന്നവരെ, ഉന്നതരായവരെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് അവരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞു കൊടുത്ത് കുട്ടികളും അവരുമായി സൗഹാർദ്ദത്തിലാക്കി കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഞാനും അവനെപ്പോലെ ആവണം, എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ, അവാർഡ് നേടുമ്പോൾ, അവർക്ക് നല്ല വാർത്ത കേൾക്കുമ്പോൾ കുട്ടികളെല്ലാം വിളിച്ചു വരുത്തി അവരെ കൊണ്ടൊരു സദ്യ ഏർപ്പെടുത്തി അതിൻ്റെ സംഘാടകരവരാവണം. എന്നിട്ട് അവരെ അഭിനന്ദിക്കലും സന്തോഷിപ്പിക്കലും ഒരു വെടിക്ക് പല പക്ഷികളാണ്. കുടുംബബന്ധം വളരെ ശക്തമാകുന്നു. എൻ്റെ കുട്ടികൾക്കാവട്ടെ ഇങ്ങനെ എനിക്കും ആദരവ് കിട്ടാൻ അവനെപ്പോലെ ഞാനും വളരണം. ആ മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് വാപ്പ പഠിക്കണ്ടെന്ന് പറഞ്ഞാലും ഉമ്മ നിരുത്സാഹപ്പെടുത്തിയാലും കുട്ടി പഠിച്ചേ മതിയാവും. കുട്ടിയുടെ മനസ്സിൽ ഇതിനോടെല്ലാം ഒരാവേശവും സന്തോഷവും ജനിപ്പിക്കുക, പ്രചോദിപ്പിക്കുക. ഇതാണ് അധ്യാപകന്മാരും രക്ഷിതാക്കളും എത്ര വിദ്യാലയങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്കെത്തിയ വിദ്യാർത്ഥികൾ പലപ്പോഴും പല അധ്യാപകന്മാരും അവരൊരു വിവരവും അറിയുക പോലും ചെയ്യുന്നില്ല. കുടുംബത്തിൽ എത്ര പ്രമുഖരും ഉന്നതരും ഉന്നതസ്ഥാനീയരാകുമ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്ന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. ഇവിടെയാണ് ഒരു വെടിക്ക് പല പക്ഷികളാണ്. അധ്യാപകന്മാരിലേക്ക് എല്ലാവരും ആകർഷിക്കുന്നു. ആ കഴിവ് കണ്ട് കുട്ടികൾ വളർന്നു വലുതാകുന്നു. വരുന്ന തലമുറയും പഴയ തലമുറയും സംവദിച്ച് അവർ തമ്മിലുള്ള അകൽച്ചകൾ ഒഴിവാക്കി പല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും.